ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. നമ്മള് നല്ലൊരു പ്രകൃതിരമായ ഒരു സ്ഥലത്തേക്കാണ്. എവിടേക്കാന്നല്ല ഞാൻ പറഞ്ഞു, എവിടേക്കാന്നല്ല ഗായ്സ്, നോക്കിക്കോളൂ. പുള്ളിലേക്കാണ് വന്നേക്കണത്. നമ്മുടെ കൂടെ വീഡിയോ എടുക്കാൻ ഒരാളും കൂടി ഉണ്ട്. ഹായ്, ഇതിനവിടെ നിന്ന് അവിടെ നിന്ന് കിട്ടിയതാണ്. ആളും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകളും പിന്നെ അവിടെ കുറെ കാഴ്ചകൾ കാണാനുണ്ട്. നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഓരോ സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് വന്നിട്ട് ഇവിടെ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. ഇതിന് മുന്നേ ഒരു വട്ടം വന്നു. അത് ജസ്റ്റ് ഇങ്ങനെ പോകുമ്പോ ഞങ്ങളുടെ കസിന്റെ വീട് ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടേക്കൊന്നും വന്നിട്ടില്ല. പിന്നെ മഞ്ജു ചേച്ചിയുടെ വീട് ഇവിടെ ഉണ്ട്. അതും കാണിച്ചു തരാം. ഞങ്ങൾ എന്തായാലും ഫോളോ വഴിക്ക് നോക്കുന്നുണ്ട്.
തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ. അതെ, ഇവിടെ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് തട്ടുകട, ഐസ്ക്രീം, ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുണ്ട്. ഇവിടെ വരണവർക്ക് കൊട്ടവഞ്ചിയിൽ ഇറങ്ങാം, ഉള്ള പാടൊക്കെ കണ്ട് ഭക്ഷണം കഴിച്ച് ഹാപ്പി ആയിട്ട് പോവാം. അല്ല ബോയ്സിലൊക്കെ ഉണ്ടല്ലോ, ചേട്ടൻ വൈബടിച്ച് പോവാ. ചേട്ടന്മാര് കടിഞ്ഞാൻ പട്ടി അവിടെ കിടന്നുറങ്ങാം. ഞങ്ങളുടെ നല്ലൊരു അടിപൊളി തട്ടുകട വെച്ചിട്ടുണ്ട്. എനിക്ക് പലിഞ്ഞ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്. അപ്പൊ ഞങ്ങള് ഇഷ്ടം. അപ്പൊ ഇപ്പൊ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ അവിടെയൊക്കെ വീഡിയോ എടുത്ത് തരുമ്പോ ഒരുപാട് ലേറ്റ് ആവും. ഞങ്ങളതിനെ വിശപ്പ് കടിച്ച് പിടിച്ച് വീഡിയോ വിശക്കണില്ല. പക്ഷെ എനിക്ക് വിശക്കുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ട്. നല്ല പൊളികായിരുന്നു. ഫുഡ് കഴിച്ചു. പക്ഷെ എനിക്ക് അത് കണ്ടപ്പോ കഴിക്കുന്നത് ഭയങ്കര ഇവിടെ എല്ലാവർക്കും തോന്നും പൊട്ടി കൊള്ളി ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മളിപ്പോ താമരക്കുളത്തിന്റെ സെക്ഷനിലേക്ക് എത്തിയേക്കാണ്. ഇതൊക്കെ ഇവര് വളർത്തണതാ. പുറത്തെ സൈഡില് ഇറങ്ങാൻ പറ്റും. ഓരോ ആൾക്കാര് വരുന്നുണ്ട്. ഹായ് സൺസെറ്റ്. അല്ലല്ല, അവിടെ പോയി കാണണം. അല്ല, നമ്മൾ ഇറങ്ങല്ലേ. വഞ്ചിയുണ്ട്, കൊട്ടവഞ്ചിയുണ്ട്. വഞ്ചിയിൽ കയറാൻ വേണ്ടിയിട്ട് 250 രൂപയാണ് കേട്ടോ. അപ്പൊ ഞാൻ പറയാം, ഒരു 6-7 ആളൊക്കെ വന്നിട്ട് കയറുകയാണെങ്കിൽ കുറച്ച് ലാഭമാണ്. ഭയങ്കര ചാർജ്. അതിപ്പോ നമ്മള് 2 ആൾക്ക് വേണ്ടിയിട്ട് 250 രൂപ കളയാൻ വേണ്ടിട്ട് ഞങ്ങൾ കയറുന്നില്ല. പിന്നെ പക്ഷെ എനിക്ക് കയറണമെന്നുണ്ട്. നമുക്ക് പിന്നെ കുറെ ആൾക്കാരായിട്ട് വന്നിട്ട് കയറാം. പിന്നെ കൊട്ടവഞ്ചിയിൽ വരുന്നത് 200 രൂപയാണ്. സൺസെറ്റ് ആവാറായിട്ടുണ്ട്. അതാണ് ഇതിന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ വേണ്ടിട്ടാണ്. ചിലപ്പോ ഈ രസം ഉണ്ടാവായിരിക്കും. പക്ഷെ 250 രൂപയൊക്കെ കുറച്ച് കൂടുതൽ തന്നെ. വീഡിയോസും ഷൂട്ട് എടുക്കണവർക്കൊക്കെയാണ് അങ്ങനെ വന്ന് ആസ്വദിക്കും. പിന്നെ താമര കുറവാ അല്ലേ? അല്ലേ, പൂക്കള് കുറവാ. സൂമി അത്ര സൂമി. നൈസ് സൺസെറ്റ്. ക്യാമറയിൽ ഇത്ര കളറില്ല അല്ലേ? റെഡ് കളറ്. നല്ല റെഡോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ താമരക്കുളത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വലിയ പാടാട്ടാ. ഇവിടെ നല്ല വൈബുണ്ട്. നല്ല അടിപൊളി സ്ഥലങ്ങൾ പറയാണ്ടിരിക്കാൻ പറ്റില്ല. വന്ന ടൈം പോണത് അറിയണേ ഇല്ല. നമ്മളിപ്പോ 4 മണി 3:30 ഒക്കെ ആയപ്പോ വന്നാ ഇപ്പൊ തന്നെ 6 മണി കഴിഞ്ഞു. നല്ല തണുത്ത കാറ്റും നല്ല രസമുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാന്ന് പറയാൻ പറ്റും. നമ്മൾ ഏറ്റവും ഫസ്റ്റ് പോയില്ലേ, മറ്റേ കുളം പോലത്തെ ഒക്കെ ആയിട്ട് നിക്കണത്. അത് ശരിയാട്ടോ. അവിടെ ഇൻട്രോ പറഞ്ഞ അതന്നെ, അവിടെ നല്ല വൈബുണ്ട്. അപ്പൊ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. ചെറിയ രീതിക്ക് വിശക്കുന്നുണ്ട്. നയനക്ക് വിശപ്പില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അപ്പൊ ഇനി ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് മഞ്ജു ചേച്ചിയുടെ വീട്. ഇതായി പുള്ള് അമ്പലത്തിന്റെ തൊട്ടപ്പുറത്ത്. ഇവിടെ ഒരു കള്ള് ഷാപ്പ് ഉണ്ട്. ഇപ്പഴാണ് ഇവിടെ അടിപൊളിയായിക്കിടുന്നത്. നമ്മൾ അപ്പുറത്തെ സ്പോട്ടിക്ക് പോയിട്ട് ഇങ്ങനെ വരുമ്പോഴേക്ക് ഇവിടെ ഗംഭീര തിരക്കായി. കാണിച്ചു തരാം. നല്ല തിരക്കായി, നല്ല തണുത്ത കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റും. അത് കാണാനുണ്ട് ഈ നേരെ ആൾക്കാർ ഇറങ്ങിയത്. അതൊക്കെ തിരക്കുണ്ട്.
രസണ്ടാ? അപ്പോ ഇത് പലിഞ്ഞ മാത്രം, ഇത് കൊള്ളിയും പലിഞ്ഞേലും. അത് ഞാൻ കഴിക്കട്ടെ. നല്ല എരിവുള്ള ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഐസ്ക്രീം വേണം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളിത് ഫുഡും കഴിച്ചു, ഐസ്ക്രീമും കഴിച്ചു, ഇനി വീട്ടിൽ പോവാണ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ കൂടുതൽ വൈബ്. ഫുഡ് ഭയങ്കര ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അത് അടിക്കാൻ വേണ്ടി മാത്രം ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ്, നല്ല വൈബാണ് ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കഴിക്കും. ബൈ, ടേക്ക് കെയർ. ഇപ്പൊ വന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിലാണ്. ഫ്രൂട്ട്സ് അങ്ങനെ വീണ്ടും ഭയങ്കര ഞങ്ങള് ഒരു 2 തണ്ണിമത്തൻ ഞാനോട് വരുമ്പോ തൊട്ട് പറയണത് തണ്ണിമത്തൻ കുടിക്കാൻ.